നമസ്കാരം, സിൻസിസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചായ കുടിച്ചോണ്ടാണ് പറയുന്നത്. ചായ കുടിച്ചോണ്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇന്ന് ചായയെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് മൂന്നാറിലുള്ള ലക്ഷ്മി ടീ എക്സ്റ്റേറ്റിൽ പോയി കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് എടുത്ത കുറച്ച് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ചായ കുടിക്കുമ്പോൾ ഓർക്കും, അയ്യോ ചായപ്പൊടിയിൽ ഒത്തിരി മരുന്നൊക്കെ തളിച്ചാണല്ലോ എന്ന് ഓർക്കത്തില്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് ചായപ്പൊടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അമ്മച്ചി പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അമ്മച്ചി പഴയ സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ല, പക്ഷെ നിങ്ങളത് കേട്ട് നോക്കും കേട്ടോ. തമിഴ് സ്പെല്ലിംഗ് ഫോട്ടോ എടുക്കാം. ഇങ്ങനെ നുള്ളി നുള്ളി എടുക്കണം. ചതക്കണം. അത് കുഴിയിലിട്ട് കുഴയ്ക്കും. നമ്മുടെ നാടൻ രീതിയാ. ഇടിച്ച് കഴിക്കുമ്പോൾ ഇച്ചിരി വെള്ളം പിഴിഞ്ഞ് ചാറ് പോലെ പോകും. അത് പോയി കഴിയുമ്പോൾ അത് വേർത്ത് ഉണങ്ങി വടകത്തിലിട്ട് ഒന്ന് ചൂടാക്കി ശകലം മറക്ക കയ്യരുത്. ചൂടാക്കി കഴിയുമ്പോൾ ഇടിച്ച് പൊടിക്കണം. നല്ല തേൽപ്പൊടിയായി. കണ്ടോ? അപ്പൊ മനസ്സിലായോ എങ്ങനെയാന്ന്? ഒന്നും കേട്ടില്ല. പറഞ്ഞു എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇടിച്ച് ചതയ്ക്കുമ്പോൾ വെച്ച് വെള്ളം പാല് പച്ചവെള്ളം പിഴിഞ്ഞ് കളയാൻ. വെള്ളം ഒന്നും മേടിക്കണം. ഇതിന്റെ വെള്ളം ചാറ് കിട്ടും. അത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് വെക്കാം. ഉണങ്ങി കഴിയുമ്പം വറച്ചിട്ട് തീ വെച്ച് വറക്കണം. ഇന്ന് ചൂടാക്കി കയ്യില് ചൂടാക്കി എടുത്ത് വെച്ചിട്ട് പൊടിക്കണം. നല്ല തേയിലപ്പൊടി. മറ്റേ ഒന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ അങ്ങനെ പൊടിച്ചെടുക്കാന്ന്. അല്ലല്ല, ചതയ്ക്കണം. ചതച്ച് ചാറ് കിഴിഞ്ഞ് കളയണം. അങ്ങനെയുണ്ട്. നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെയുണ്ട്. അത് മെഷീൻ ചെയ്യുന്നു, നമ്മൾ തന്നെ ചെയ്യുന്നു. എണ്ണ പോകില്ല. കുളിക്കാനാണ് പിന്നെ എന്തിനാ നല്ല ചായ കുടിക്കുക എന്നുള്ള മലയാളിയുടെ ഒരു വികാരമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്, നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ചായ ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലായില്ലേ. അപ്പം നന്ദി, നമസ്കാരം. അത്രേ ഉള്ളൂ കേട്ടോ.